റൂൾസ് ആർ ഗോഡ്സിലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോ എടുക്കുകയാണ്. KSR പാർട്ട് 1 കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ചാർജ് അലവൻസ് എന്ന സബ്ജക്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് റൂൾ 53 ഓഫ് പാർട്ട് 1 KSRലാണ്. നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. A competent authority may appoint an officer to hold substantively or to officiate in 2 or more independent posts at one time. ഒരു അധികാരിക്ക് വേണമെങ്കിൽ നമ്മളെ ഒരു ഓഫീസറെ സബ്സ്റ്റാൻറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒഫീഷ്യേറ്റിംഗ് ആയിട്ടോ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് ഒഫീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് ആദ്യം അറിയുക. അതാണ് അതിൻ്റെ ബേസിസ്. സബ്സ്റ്റാൻറ്റീവ് അപ്പോയിൻമെൻറ്റും ഒഫീഷ്യേറ്റിംഗ് അപ്പോയിൻമെൻറ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡെഫിനിഷനിൽ. അപ്പോൾ ഒരുപക്ഷെ ഒരു ഗവൺമെൻറ് ഓഫീസർ പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ മാത്രം പോസ്റ്റ് അല്ല, അതിലെ ഡ്യൂട്ടീസ് മാത്രമല്ല ഡിസ്ചാർജ് ചെയ്യേണ്ടി വരിക. സാഹചര്യത്തിനനുസരിച്ച് മറ്റൊരു പോസ്റ്റിൻ്റെ ചാർജ് കൂടി വഹിക്കേണ്ടതായിട്ട് വരും എന്നർത്ഥം. Then the competent authority who appoints an officer to hold or to officiate in a second post in addition to his own will declare whether he officiates in or holds a full charge of the additional post or is appointed merely to discharge the current duties. It should also specify in each case the amount of special allowance if any to be granted. എന്താണ് അതിൻ്റെ അർത്ഥം? A competent authority who appoints an officer to hold or to officiate in a second post in addition to his own, അതായത് സ്വന്തം പോസ്റ്റിന് ഉപരിയായിട്ട് മറ്റൊരു പോസ്റ്റിലേക്ക് ഒരു അധികാരിക്ക് നമ്മളെ പോസ്റ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് ഹി വിൽ ഡിക്ലെയർ വെദർ ഹി ഒഫീഷ്യേറ്റ്സ്. ആ അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചിരിക്കും വെദർ ഹി ഒഫീഷ്യേറ്റ്സ്, ആ പോസ്റ്റിൽ ഒഫീഷ്യേറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ദാറ്റ് ഹീസ് ഹോൾഡിംഗ് ഫുൾ ചാർജ് ഓഫ് ദി അഡീഷണൽ പോസ്റ്റ്, അധികമായി നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ച പോസ്റ്റിൻ്റെ അഡീഷണൽ ചാർജായിട്ടാണോ തന്നിരിക്കുന്നത്, ഓർ ഈസ് അപ്പോയിൻറ്റഡ് മിയർലി ടു ഡിസ്ചാർജ് ദ കറണ്ട് ഡ്യൂട്ടീസ്. കറണ്ട് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റിലെ നിത്യം സാധാരണയായി റൊട്ടീനായി ചെയ്യേണ്ടി വരുന്ന കർത്തവ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ, സ്പെഷ്യലായിട്ട് അതിലൊന്നും നോക്കേണ്ട കാര്യമില്ല, റൊട്ടീനായിട്ടുള്ള ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാനാണോ എന്നൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടാകും. ആൻഡ് ഇറ്റ് ഷുഡ് ആൾസോ സ്പെസിഫൈ ഇൻ ഈച്ച് കേസ് ദി എമൗണ്ട് ഓഫ് സ്പെഷ്യൽ അലവൻസ് ഇഫ് എനി ടു ബി ഗ്രാൻറ്റഡ്. അങ്ങനെയാണെങ്കിൽ ആ അധികാരിക്ക് ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് എത്രയാണ് സ്പെഷ്യൽ അലവൻസ് നൽകേണ്ടതെന്ന് അദ്ദേഹത്തിന് അതിൽ സൂചിപ്പിക്കാനുള്ള അധികാരവും ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഒരുപക്ഷെ മറ്റൊരു പോസ്റ്റിലേക്ക് നമ്മളെ ഒഫീഷ്യേറ്റിംഗ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ അഡീഷണൽ ചാർജ് തന്നിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് നമ്മളെ അപ്പോയിൻറ്റ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ആദ്യം ആമുഖമായിട്ട് തന്നെ വ്യക്തമായി മനസ്സിലാക്കി വെക്കണം. എങ്കിലേ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സ് വ്യക്തമാകുമെന്നർത്ഥം. അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ ചാർജ് അലവൻസ് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ദി ഫോളോയിങ് ലിമിറ്റ്സ്. താഴെ പറയുന്ന ലിമിറ്റിന് ഉള്ളിൽ നിന്ന് വേണം നമ്മളത് നൽകാൻ എന്നർത്ഥം. ഇഫ് ആൻ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ടു ഒഫീഷ്യേറ്റ് ഇൻ എ സെക്കൻഡ് പോസ്റ്റ് ആൻഡ് ടു ഹോൾഡ് ഇൻ അഡീഷൻ ഫുൾ ചാർജ് ഓഫ് ഹിസ് ഓൺ പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് പുറമെ മറ്റൊരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ ഒഫീഷ്യേറ്റിംഗ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്താൽ he may be allowed to draw the highest pay to which he would be entitled if the appointment to one of the posts stands alone. അതിൽ ഹയസ്റ്റ് പേ ഏതാണോ ആ പേയ്ക്ക് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ടെന്നർത്ഥം, അല്ലെങ്കിൽ ആ ഹയസ്റ്റ് പേ അദ്ദേഹത്തിന് അഡ്മിസിബിൾ ആണ്. ആൻഡ് ഇൻ അഡീഷൻ ടു ദ സ്പെഷ്യൽ അലവൻസ് വിച്ച് ഷുഡ് നോട്ട് എക്സീഡ് 4% ഓഫ് ദി മിനിമം ഓഫ് ദ സ്കെയിൽ ഓഫ് പേ ഓഫ് ദി അതർ പോസ്റ്റ്. അപ്പോൾ ഹയസ്റ്റ് പേ വാങ്ങിക്കുന്ന സ്കെയിൽ അല്ലാതെ മറ്റേ സ്കെയിലിൻ്റെ സ്കെയിലിൻ്റെ മിനിമത്തിൻ്റെ 4% നമ്മൾ ചാർജ് അലവൻസ് ആയിട്ട് നൽകുന്നത്. വിത്ത് ഇഫക്റ്റ് ഫ്രം 1st day of February 2016.
ഇപ്പോൾ ഇൻസിഡൻ്റലി ഞാൻ നിങ്ങളോട് പറയാം, നേരത്തെ ഇത് 6% ആയിരുന്നു ചാർജ് അലവൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. ഇപ്പോൾ ഇത് 4% ആണെന്ന് ഓർക്കുക. 2016 മുതൽ ദ ഹയസ്റ്റ് പേ റെഫേർഡ് ടു എബവ് മേ ബി സ്പെസിഫിക്കലി റെഡ്യൂസ്ഡ് ബൈ ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി അറ്റ് ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹയസ്റ്റ് പേയ്ക്ക് എലിജിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് വേണമെങ്കിൽ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് ആ പേ റെഡ്യൂസ് ചെയ്യാനുള്ള അധികാരവും ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഒഫീഷ്യേറ്റിംഗ് ആയിട്ടാണ് ഒരാളിനെ പോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ പോസ്റ്റിൻ്റെ ഫുൾ ചാർജ് വഹിക്കുമ്പോൾ തന്നെ അയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് പോസ്റ്റിലേക്കാണെങ്കിൽ അതിൽ ഹയസ്റ്റ് പേ ഏതാണോ അത് കൊടുക്കുകയും ഈ 2 സ്കെയിലുകളിൽ ചെറിയ സ്കെയിലിൻ്റെ മിനിമത്തിൻ്റെ 4% ചാർജ് അലവൻസായിട്ട് അദ്ദേഹത്തിന് നൽകുകയും ചെയ്യും. ആൻഡ് if compensatory allowance is attached to one of the posts, he may be permitted to draw it in full. And if compensatory allowances are attached to more than one of the posts, the allowance which may be granted to him should not exceed the larger allowance. ഇപ്പോൾ ഈ കോമ്പൻസേറ്ററി അലവൻസ് ഈ ഏതെങ്കിലും ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കോമ്പൻസേറ്ററി അലവൻസ് നൽകുന്നതെങ്കിൽ ഹി മേ ബി പെർമിറ്റഡ് ടു ഡ്രോ ഇൻ ഫുൾ. ആ എമൗണ്ട് ഫുള്ളായിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് if കോമ്പൻസേറ്ററി അലവൻസസ് ആർ അറ്റാച്ച്, ആ പോസ്റ്റിനോടുകൂടി കോമ്പൻസേറ്ററി അലവൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ, കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ PTA, CCA, HRA ഇതൊക്കെ കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അത് അറ്റാച്ച് ടു മോർ ദാൻ വൺ ഓഫ് ദി പോസ്റ്റ്, ഈ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദി അലവൻസ് വിച്ച് മേ ബി ഗ്രാൻറ്റഡ് ടു ഹിം ഷുഡ് നോട്ട് എക്സീഡ് ദി ലാർജർ അലവൻസ്. ഇതിൽ കൂടിയ അലവൻസ് കോമ്പൻസേറ്ററി അലവൻസിന് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുമെന്നും മനസ്സിലാക്കുക. If the officer is appointed to hold full charge of one or more posts in addition to his own, the special allowance which may be granted to him in respect of each additional post should not exceed 4% of the minimum of the scale of that post with effect from first day of February 2016. The drawal of compensatory allowance will be regulated as in the subpara under clause 1 above. അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിൻ്റെ അഡീഷണൽ ചാർജ് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇൻ അഡീഷൻ ടു ഹിസ് ഓൺ ദ സ്പെഷ്യൽ അലവൻസ് വിച്ച് മേ ബി ഗ്രാൻറ്റഡ് ടു ഹിം ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് അഡീഷണൽ പോസ്റ്റ്, ഓരോ അഡീഷണൽ പോസ്റ്റിനും നൽകുന്ന സ്പെഷ്യൽ അലവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 4% ഓഫ് ദി മിനിമം ഓഫ് ദ സ്കെയിൽ ഓഫ് ദാറ്റ് പോസ്റ്റ്. ആ പോസ്റ്റിൻ്റെ സ്കെയിലിൻ്റെ മിനിമത്തിൻ്റെ 4% അധികരിക്കാൻ പാടില്ല എന്നർത്ഥം. And this is with effect from 1st February 2016. The compensatory allowance കുറിച്ച് നമ്മൾ മുകളിലത്തെ പാരയിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് ഓർക്കുക. Then if the officer is appointed to discharge only the current duties of one or more posts in addition to his own, the special allowance which may be granted to him in respect of each additional post should not exceed 2% of the minimum of the scale of the pay of that post with effect from first day of February 2016 in addition to the pay and compensatory allowances if any admissible in his regular post. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പോസ്റ്റിലേക്ക് ഒഫീഷ്യേറ്റ് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്യുക, ഒഫീഷ്യേറ്റിംഗ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക, പിന്നെ ഒരു പോസ്റ്റിലേക്ക് അഡീഷണൽ ചാർജ് കൊടുക്കുക, പിന്നെ ഒരു പോസ്റ്റിലേക്ക് കറണ്ട് ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ദൈനംദിന കാര്യങ്ങളിൽ ആ പോസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രം വിഘ്നം കൂടാതെ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് അദ്ദേഹത്തെ കറണ്ട് ഡ്യൂട്ടീസ് ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ മറ്റൊരു പോസ്റ്റിൻ്റെ കറണ്ട് ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുകയാണ്. അത് ഓർത്തോണം നിങ്ങൾ, കറണ്ട് ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്ന കേസിൽ ആ പേ സ്കെയിലിൻ്റെ മിനിമത്തിൻ്റെ 2% ആണ് ഈ ചാർജ് അലവൻസായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. If the officer is appointed to discharge only the current duties of one or more posts, ചിലപ്പോൾ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒന്നിലധികം പോസ്റ്റുകളുടെ കറണ്ട് ഡ്യൂട്ടീസ് ദൈനംദിന കാര്യങ്ങൾ മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദ സ്പെഷ്യൽ അലവൻസ് വിച്ച് മേ ബി ഗ്രാൻറ്റഡ് ടു ഹിം, അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്പെഷ്യൽ അലവൻസ് എന്തായിരിക്കും? ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് അഡീഷണൽ പോസ്റ്റ്, ഓരോ അഡീഷണൽ പോസ്റ്റിനും ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 2% ഓഫ് ദ മിനിമം ഓഫ് ദ സ്കെയിൽ ഓഫ് പേ ഓഫ് ദാറ്റ് പോസ്റ്റ്. ആ പോസ്റ്റിൻ്റെ സ്കെയിലിൻ്റെ മിനിമത്തിൻ്റെ 2% ആയിരിക്കും ചാർജ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ്
It is from 1st February 2016. And in addition to the pay and compensatory allowances, if any admissible in his regular, അദ്ദേഹത്തിൻ്റെ റെഗുലർ പോസ്റ്റിൽ കിട്ടുന്ന പേയും കോമ്പൻസേറ്ററി അലവൻസിന് പുറമേയാണ് ഈ ആനുകൂല്യം കൂടി അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഒഫീഷ്യേറ്റിംഗ് ആണെങ്കിൽ അഡീഷണൽ ചാർജ് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ കറണ്ട് ഡ്യൂട്ടീസ് ആണെങ്കിൽ, അപ്പോൾ ഈ 4%ഉം 2%ഉം തമ്മിൽ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല എന്നോർക്കുക. അടുത്തത്, നോ സ്പെഷ്യൽ അലവൻസ് ഷുഡ് ബി ഗ്രാൻഡഡ് അൺലെസ് the previous incumbent of the additional post held has actually given over charge thereof under orders of competent authority. അതായത് മുൻപേ ഇരുന്ന ഓഫീസർ അദ്ദേഹം അൺലെസ് ഹി ഹാസ് ആക്ച്വലി ഗിവൺ ഓവർ ചാർജ്, അദ്ദേഹം ആ പോസ്റ്റിൻ്റെ ചാർജ് വിട്ടിട്ടില്ല എങ്കിൽ, ആൻഡ് അൺലെസ് ദ പീരീഡ് ഓഫ് അഡീഷണൽ ചാർജ് എക്സീഡ്സ് 14 വർക്കിംഗ് ഡേയ്സ് ഇൻ ദ കേസ് ഓഫ് ഫുൾ അഡീഷണൽ ചാർജ്. അതുപോലെ 14 ദിവസത്തെ എക്സീഡ് ചെയ്ത പീരീഡിലേക്ക് അല്ല ഈ അഡീഷണൽ ചാർജ് കൊടുക്കുന്നതെങ്കിൽ ഹീ ഈസ് നോട്ട് എലിജിബിൾ ഫോർ എനി ചാർജ് അലവൻസ്. ആൻഡ് മറ്റൊരു കാര്യം, 1 month ഇൻ ദ കേസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കറണ്ട് ഡ്യൂട്ടീസ്. ഇനി കറണ്ട് ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് മറ്റൊരു ഓഫീസറെ ഏൽപ്പിക്കുന്നു എങ്കിൽ അത് മിനിമം 1 മാസത്തെ എങ്കിലും ആ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ 1 മാസത്തിൽ കുറവാണ് കറണ്ട് ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ ആ കേസിലും ചാർജ് അലവൻസിന്, അഡീഷണൽ ചാർജ് അലവൻസിന് എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ ആദ്യത്തെ ആൾ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് പറയുന്നൊരു കണ്ടീഷൻ, രണ്ടാമത് 14 days എങ്കിലും മിനിമം ഉണ്ടാവണം. 14 days എക്സീഡ് ചെയ്താൽ ചാർജ് അലവൻസ് കൊടുക്കാൻ പാടുള്ളൂ അഡീഷണൽ ഡ്യൂട്ടീസ് ആണെങ്കിൽ. കറണ്ട് ഡ്യൂട്ടീസ് ആണെങ്കിൽ 1 മാസം എക്സീഡ് ചെയ്താൽ അഡീഷണൽ ചാർജ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. And the drawal of special allowance should not be allowed for a period exceeding 3 months on any account. അതാണ് ഏറ്റവും പ്രധാനം. ഏത് കേസിലായാലും നമുക്കിപ്പോൾ ഒരു ഓഫീസറെ മറ്റൊരു പോസ്റ്റിൻ്റെ അഡീഷണൽ ചാർജ് ഏൽപ്പിച്ചാൽ 3 months എക്സീഡ് ചെയ്തിട്ടുള്ള ഒരു പീരീഡിലേക്ക് ഒരിക്കലും ചാർജ് അലവൻസിന് എലിജിബിലിറ്റി ഇല്ല. സോ ഇറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ടു 3 months. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. Then additional remuneration should not be allowed as a matter of course. ഒരു സ്വാഭാവികമായ ഒരു കാര്യമായിട്ടങ്ങ് ഒന്നും നോക്കാതെ അഡീഷണൽ ചാർജ് അലവൻസ് അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷൻ കൊടുക്കാൻ പാടില്ല. ഓർ ഗ്രാൻഡഡ് വെൻ ദി എക്സ്ട്രാ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ആർ ഓൺലി നോമിനൽ ആൻഡ് കമ്പാരിറ്റീവ്ലി ലൈറ്റ്. പ്രത്യേകമായിട്ടുള്ള ഒരു എഫർട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക പെയിൻ എടുത്തിട്ടൊക്കെ ചെയ്യേണ്ട ഒരു കേസാണ്, അങ്ങനെയൊന്നുമല്ല, റൊട്ടീനായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് അഡീഷണൽ ചാർജിന് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഇല്ല. അഡീഷണൽ റെമ്യൂണറേഷൻ ഷുഡ് നോട്ട് ബി അലൗഡ് ഡ്യൂറിങ് എനി പീരീഡ് ഓഫ് വെക്കേഷൻ. അതുപോലെ വെക്കേഷൻ പീരീഡിൽ ആർക്കെങ്കിലും അഡീഷണൽ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ പീരീഡിൽ ഈ ചാർജ് അലവൻസിന് എലിജിബിലിറ്റി ഇല്ല അൺലെസ് ദി അഡീഷണൽ ഡ്യൂട്ടീസ് ആക്ച്വലി പെർഫോംഡ് ഡ്യൂറിങ് സച്ച് പീരീഡ്. പക്ഷേ നമുക്ക് അങ്ങനെ പറഞ്ഞു തള്ളാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെക്കേഷൻ പീരീഡ് ആയാലും ഡ്യൂട്ടീസൊക്കെ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടാകും. അങ്ങനെ വെക്കേഷൻ പീരീഡിൽ അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുന്ന കേസിലല്ലാതെ വെക്കേഷൻ പീരീഡിൽ ചാർജ് അലവൻസ് കൊടുക്കാൻ പാടില്ല എന്ന് ഓർക്കണം. ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഡിസിഷൻ നമ്പർ 1, വെൻ NGO ഹോൾഡ്സ് അഡീഷണൽ ചാർജ് ഓഫ് എ GO, അതായത് ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ ഒരു ഗസറ്റഡ് ഓഫീസറുടെ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു പൊസിഷൻ നോക്കാം. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് that no authorization from the office of the accountant general is necessary in case of additional charge arrangements from 1st April 1963 onwards, as holding of additional charge of a gazetted post by a non-gazetted officer does not alter the status of a non-gazetted officer to that of a gazetted officer. അതായത് ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ ഒരു ഗസറ്റഡ് ഓഫീസറുടെ പോസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണ്, അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ AGയുടെ ഓതറൈസേഷൻ്റെ ആവശ്യം ഇല്ല എന്നർത്ഥം. ആൻഡ് ഇറ്റ് വാസ് ഇഫക്റ്റീവ് ഫ്രം 1st April 1963 ഓൺവേർഡ്സ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദി ഗസറ്റഡ് പോസ്റ്റ് ബൈ അഡീഷണൽ ചാർജ് ഓഫ് എ ഗസറ്റഡ് പോസ്റ്റ് ബൈ എ നോൺ ഗസറ്റഡ് ഓഫീസർ does not alter the status of a non-gazetted officer to that of a gazetted officer. Simply by holding the charge of a gazetted officer, a non-gazetted officer
ഡസ് നോട്ട് അക്വയർ ദി സ്റ്റാറ്റസ് ഓഫ് എ ഗസറ്റഡ് ഓഫീസർ. അതാണ്, അതായത് ഒരു ഗസറ്റഡ് ഓഫീസറുടെ ചാർജ് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു നോൺ ഗസറ്റഡ് ഓഫീസറുടെ സ്റ്റാറ്റസിൽ എത്തുന്നില്ല എന്നർത്ഥം. ഗസറ്റഡ് ഓഫീസേഴ്സിന് മാത്രമാണ് അക്കൗണ്ടൻറ്റ് ജനറൽ പേ സ്ലിപ്പ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം അത് 1st of April 1963 onwards is in existence. Then according to the changed procedure, ഇപ്പോൾ ആ പ്രൊസീജിയർ മാറിയിട്ടുണ്ട്. The additional charge allowance will be drawn and paid by the head of office in the same manner as his regular pay and allowances are drawn. പിന്നെ ഈ അഡീഷണൽ ചാർജ് അലവൻസസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുക? ഹീ ഡ്രോസ് ഇറ്റ് ആസ് എ റൊട്ടീൻ പ്രോസസ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പേ ആൻഡ് അലവൻസസ് ഒക്കെ മാറുന്ന പ്രൊസീജിയർ എന്താണോ അതേ രീതിയിൽ തന്നെയാണ് നടപടിക്രമങ്ങളിലൂടെയാണ് ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ ആയാലും അദ്ദേഹത്തിന് ചാർജ് അലവൻസ് നൽകുന്നത്. ദി ഡ്രോയിങ് ഓഫീസർ ഷുഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് there is proper sanction of the competent authority for the additional charge arrangements, and that the officer has actually held the additional charge of the post during the period for which the charge allowance is drawn, and also that the rate of allowance sanctioned and drawn is as per rules. പക്ഷേ ഇത് ഡ്രോയിങ് ഓഫീസർ അങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുമ്പോൾ ദ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഓഫീസർ ഉണ്ടല്ലോ ഓരോ ഓഫീസിലും, അതേ ഇതുപോലെ മറ്റൊരു ഓഫീസർ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുന്ന ആളിന് ചാർജ് അലവൻസ് ഡ്രോ ചെയ്ത് കൊടുക്കുമ്പോൾ ഹീ ഷുഡ് എൻഷ്യൂർ ദാറ്റ് ദർ ഈസ് എ പ്രോപ്പർ സാങ്ഷൻ. കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ അനുവാദത്തോടു കൂടിയാണ് അദ്ദേഹത്തെ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ആൻഡ് ഓഫ് ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി ഫോർ ദ അഡീഷണൽ ചാർജ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ദ ഓഫീസർ ഹാസ് ആക്ച്വലി ഹെൽഡ് ദി അഡീഷണൽ ചാർജ്. അതോടൊപ്പം തന്നെ ആ ഉത്തരവനുസരിച്ച് അദ്ദേഹം മറ്റൊരു പോസ്റ്റിൻ്റെ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്തു എന്നും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഈ ഡ്രോയിങ് ഓഫീസർക്കാണ്. ഡ്യൂറിങ് ദ പീരീഡ് ഫോർ വിച്ച് ദ ചാർജ് അലവൻസ് ഈസ് ഡ്രോൺ ആൻഡ് ഓൾസോ ദാറ്റ് ദ റേറ്റ് ഓഫ് അലവൻസ് സാങ്ഷൻ ആൻഡ് ഡ്രോൺ ഈസ് ആസ് പെർ റൂൾസ്. അപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 4% കൊടുക്കാം, അതുപോലെ ചാർജ് അലവൻസസ് ഒക്കെ ഹയർ ഏതാണ് അത് കൊടുക്കാം. അപ്പോൾ ഈ റൂളുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് നൽകുന്നതെന്നും, അപ്പോൾ 3 കാര്യങ്ങൾ എൻഷുർ ചെയ്യണം ഡ്രോയിങ് ഓഫീസർ. അതായത് അതിന് പ്രോപ്പർ സാങ്ഷനോട് കൂടിയാണ് പോസ്റ്റ് ചെയ്തത്, ആൻഡ് ഹീ ഈസ് ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ് പ്രോപ്പർലി, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ദി ചാർജ് അലവൻസ് ഈസ് ഓൾസോ കറക്റ്റ്. ഈ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ഉറപ്പ് വരുത്തിയിട്ടേ ഡ്രോ ചെയ്യാവൂ. ദ ചാർജ് അലവൻസ് ദസ് ഡ്രോൺ മേ ബി കണ്ടിന്യൂ ടു ബി ഡെബിറ്റഡ് to the same head of account to which the pay of the non-gazetted officer is debited. ഇദ്ദേഹത്തിന് ഈ പേ ആൻഡ് അലവൻസ് ഈ ചാർജ് അലവൻസ് കൊടുക്കുമ്പോൾ ആ എക്സ്പെൻഡിച്ചർ ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലായിരിക്കും ഡെബിറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അത് ഡെബിറ്റ് ചെയ്യേണ്ടത് ഈ കൺസേൺഡ് ഓഫീസർ ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സാലറി പേ ആൻഡ് അലവൻസസ് ഡ്രോ ചെയ്യുന്നത് അതേ ഹെഡിൽ തന്നെയാണ് ഈ ചാർജ് അലവൻസിൻ്റെ എക്സ്പെൻഡിച്ചറും ഡെബിറ്റ് ചെയ്യേണ്ടത് എന്ന് അർത്ഥം. മറ്റൊരു കാര്യം, ഇൻ ദ കേസ് ഓഫ് എ നോൺ ഗസറ്റഡ് ഓഫീസർ holding additional charge of the duties of the head of office, who is a gazetted officer and also a drawing and dispersing officer, the procedure adopted for the drawal of his normal pay and allowances may be followed for the drawal of charge allowance also. അപ്പോൾ ഇതും വളരെ പ്രസക്തമാണ്. അതായത് ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ, അപ്പോൾ ആ ഓഫീസിൽ ഒരു ഗസറ്റഡ് ഓഫീസറേ ഉള്ളൂ, ആൻഡ് ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദ ഓഫീസ് and also he is the drawing and dispersing officer. In that case ആ പോസ്റ്റിൻ്റെ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുന്ന നോൺ ഗസറ്റഡ് ഓഫീസർ എങ്ങനെയാണ് അദ്ദേഹം ചാർജ് അലവൻസ് ഡ്രോ ചെയ്യുന്നത്? സ്വയം എങ്ങനെയാണ്? ദാറ്റ് ദ പ്രൊസീജിയർ അഡോപ്റ്റഡ് ഫോർ ദ ഡ്രോവൽ ഓഫ് ഹിസ് നോർമൽ പേ ആൻഡ് അലവൻസസ്, അദ്ദേഹത്തിൻ്റെ ശമ്പളം വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്താണോ അത് ഫോളോ ചെയ്തിട്ടാണ് ഈ ചാർജ് അലവൻസും വാങ്ങേണ്ടതെന്നർത്ഥം. അപ്പോൾ ഹെഡ് ഓഫ് അക്കൗണ്ടൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗവൺമെൻറ് ഡിസിഷൻ നമ്പർ 2, the following criteria will be followed to distinguish between full additional charge and discharge of current duties. ഇത് ഞാൻ വളരെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഫുൾ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുക ആൻഡ് ഡിസ്ചാർജ് ഓഫ് ഹിസ് കറണ്ട് ഡ്യൂട്ടീസ്. ഇത് രണ്ടും അതെങ്ങനെ വിവേചിച്ച് മനസ്സിലാക്കാം? ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ടു ഹോൾഡ് ഫുൾ അഡീഷണൽ ചാർജ് ഓഫ് എ പോസ്റ്റ് has to perform all the administrative, financial
and statutory functions and duties in respect of that post. So what does it mean? You should hold the additional charge of another post means what are the duties that you have to discharge. അതാണ് പറയുന്നത്. എന്തൊക്കെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുന്നു. ഫുൾ അഡീഷണൽ ചാർജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, ഹി ഹാസ് ടു വീൽഡ് ഇറ്റ്. then he has to discharge the financial powers, then statutory functions, നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളും സാമ്പത്തിക കാര്യങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും ഒക്കെ അദ്ദേഹം നിർവഹിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുന്ന ഓഫീസറും നിർവഹിക്കേണ്ടതുണ്ട്. ആൻഡ് ആ കേസിലാണ് വി കോൾ ഇറ്റ് ആസ് എ ഫുൾ അഡീഷണൽ ചാർജ്. അല്ല വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല ഫുൾ അഡീഷണൽ ചാർജ് എന്നാൽ. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോയിൻറ്റ്. ദെൻ second one is an officer appointed to discharge current duties of a post need attend only to the work of a routine nature in respect of that post. ഇനി കറണ്ട് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? കറണ്ട് ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് 2% കൊടുക്കുന്ന എന്താണത്? ദാറ്റ് ഈസ് ദി റൊട്ടീൻ ഡ്യൂട്ടീസ് ഓഫ് ദാറ്റ് ഓഫീസർ. അതിൽ ഡീപ്പായിട്ട് ഏതെങ്കിലും ഒരു ഫയലിൻ്റെ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു പോളിസി ഡിസിഷൻ എടുക്കാനോ അങ്ങനെയൊന്നുമില്ല. ഓരോ ദിവസവും ഒരു ഓഫീസിൻ്റെ ഫങ്ഷൻസ് തടസ്സപ്പെടാതെ സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അതാണ് കറണ്ട് ഡ്യൂട്ടീസ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കണം. അടുത്തത് റൂൾ 53A ആണ് കേസാൻ്റെ. ദ പോസ്റ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് അഡീഷണൽ ചാർജ് അറേഞ്ച്മെൻറ്റ്സ് മേ ബി ഓർഡേഡ് ഷാൽ ബി ക്ലാസിഫൈഡ് ബിലോ. അതായത് അഡീഷണൽ ചാർജ് കൊടുക്കുന്നതിന് നമ്മൾ 2-3 ക്രൈറ്റീരിയ കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പോസ്റ്റ് നോട്ട് ഇൻ ദ സെയിം ഓഫീസ്. ഇപ്പോൾ ഒരു ഓഫീസർക്ക് ഒരു അഡീഷണൽ ചാർജ് കൊടുക്കുകയാണ്, ബട്ട് ഇറ്റ് ഹാപ്പൻ ദാറ്റ് പോസ്റ്റ് ബിലോങ്സ് ടു സം അതർ ഓഫീസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ ലൈൻ ഓഫ് പ്രൊമോഷൻ ഓർ കേഡർ. മറ്റൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ് ആ പോസ്റ്റ്, അല്ലെങ്കിൽ ലൈൻ ഓഫ് പ്രൊമോഷൻ കേഡറിലാണ്, മറ്റൊരു കേഡറിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേർ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ക്ലിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ആർ എലിജിബിൾ ഫോർ സ്പെഷ്യൽ അലവൻസ്. അങ്ങനെയുള്ള കേസിൽ മറ്റൊരു ഓഫീസിലാണെങ്കിൽ പോലും അതൊരു ഇൻഡിപെൻഡൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടീസിൽ നിന്ന് സ്വതന്ത്രമായ മറ്റൊരു കേഡറിലെ പോസ്റ്റ് ആണെങ്കിലും അതിന് ചാർജ് അലവൻസ് നൽകാവുന്നതാണ്. എക്സാമ്പിൾ, ലേബർ കമ്മീഷണർ ഹോൾഡിംഗ് ചാർജ് ഓഫ് ദ പോസ്റ്റ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യാനായിട്ട് ലേബർ കമ്മീഷണറെ അപ്പോയിൻ്റ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അതുപോലെ എ ജോയിൻറ്റ് സെക്രട്ടറി ടു ഗവൺമെൻറ് ഹോൾഡിംഗ് ചാർജ് ഓഫ് ദ പോസ്റ്റ് ഓഫ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താൽക്കാലിക ചുമതല ഒരു ജോയിൻറ്റ് സെക്രട്ടറി ടു ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ ദേ ആർ എലിജിബിൾ ഫോർ അഡീഷണൽ ചാർജ് അലവൻസ്. ദെൻ പോസ്റ്റ് ഇൻ ദ സെയിം ഓഫീസ്. അപ്പം നമ്മൾ മുകളിൽ പറഞ്ഞത് പോസ്റ്റ് നോട്ട് ഇൻ ദ സെയിം ഓഫീസ് ആണെങ്കിലുള്ള കേസാണ്. രണ്ടാമത്തത് പോസ്റ്റ് ഇൻ ദ സെയിം ഓഫീസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ ലൈൻ ഓഫ് പ്രൊമോഷൻ ഓർ കേഡർ. ഇൻ ദിസ് കേസ് കേസസ് ഓഫ് ദിസ് നേച്ചർ ഷാൽ ഫർദർ ബി ഡിവൈഡഡ് ആസ് ഫോളോസ്. ഇതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, when the additional post is subordinate to the regular post, special allowance shall not be admissible. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സീനിയർ സൂപ്രണ്ട് അവിടുത്തെ ജൂനിയർ സൂപ്രണ്ടിൻ്റെ ഒരു സബോർഡിനേറ്റ് ഓഫീസറാണ്. ജൂനിയർ സൂപ്രണ്ടിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഹീ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. താഴത്തെ പോസ്റ്റിലേക്കാണ് അദ്ദേഹത്തിന് ചാർജ് കൊടുത്തിരിക്കുന്നതെങ്കിൽ സബോർഡിനേറ്റ് പോസ്റ്റ് ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഈ ചാർജ് അലവൻസിന് എലിജിബിലിറ്റി ഇല്ല. എക്സാമ്പിൾ, സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് ഹോൾഡിംഗ് ചാർജ് ഓഫ് ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ്. ഒരു ASPയുടെ ചാർജ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. അതുപോലെ ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് ആൻഡ് ASP ഓർ DYSP. അടുത്ത ഡിസ്ട്രിക്റ്റ് കളക്ടർ ഹോൾഡിംഗ് ദ ചാർജ് ഓഫ് ദ പോസ്റ്റ് ഓഫ് റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ഒരു കളക്ടർക്ക് RDOയുടെ ചാർജ് കൊടുക്കുന്നു എന്നിരിക്കട്ടെ. RDO എന്ന് പറയുന്നത് ഈസ് എ സബോർഡിനേറ്റ് ഓഫീസർ ടു ദി ഡിസ്ട്രിക്റ്റ് കളക്ടറാണ്. അപ്പോൾ ഒരു സബോർഡിനേറ്റ് ഓഫീസറുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്ന കേസിൽ
ഡിസ്ട്രിക്റ്റ് കളക്ടർക്ക് ചാർജ് അലവൻസിന് എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മുകളിൽ പ്രസ്താവിച്ച കാര്യത്തിന് കുറച്ചുകൂടെ ഒരു വിശദീകരണം തരികയാണ് നോട്ടായിട്ട്. ദ റീസൺ ഫോർ ദി ഗ്രാൻഡ് ഓഫ് സ്പെഷ്യൽ അലവൻസ് ഇൻ ദി എബവ് കേസസ്, the reason for the non-grant of special allowances in the above cases is that the superior officer is expected to supervise the work of the subordinates. എന്തുകൊണ്ടാണ് അദ്ദേഹം ജോലി അധികം ചെയ്യുന്നുണ്ട്, പക്ഷേ സബോർഡിനേറ്റിൻ്റെ ജോലി ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ അലവൻസ് കൊടുക്കാത്തതെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണിത്. The reason for the non-grant of special allowance in the above case is that the superior officer is expected to supervise the work of the subordinates. Even otherwise, as a routine, the superior officer has to supervise the work of his subordinate. അത് സാധാരണ എപ്പോഴും അദ്ദേഹം ചെയ്യുന്ന വർക്ക് തന്നെയാണെന്നർത്ഥം. ആൻഡ് മാത്രമല്ല, ദി അഡീഷണൽ ചാർജ് അറേഞ്ച്മെൻറ്റ്സ് ഷുഡ് നോട്ട് എൻറ്റൈറ്റിൽഡ് ഹിം ടു എക്സ്ട്രാ റെമ്യൂണറേഷൻ. അങ്ങനെ ഒരു അഡീഷണൽ ചാർജ് അറേഞ്ച്മെൻറ്റ്സ് അത് അദ്ദേഹത്തിനൊരു അധിക വരുമാന മാർഗവും ആകാൻ പാടില്ല. അത് നീതീകരിക്കത്തക്കല്ല എന്നർത്ഥം. ദ വർക്ക് ഓഫ് ദി അഡീഷണൽ പോസ്റ്റ് ഷുഡ് ബി റീഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് അതർ സബോർഡിനേറ്റ്സ്. അപ്പോൾ ഇങ്ങനൊരു സബോർഡിനേറ്റിൻ്റെ വർക്ക് അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ വാട്ട് ഡസ് ഹി ഡു? അദ്ദേഹം എന്താ ചെയ്യുക? ആ വർക്ക് മറ്റ് ഈക്വലായിട്ടുള്ള ഓഫീസേഴ്സിന് സെയിം സ്റ്റാറ്റസുള്ള ഓഫീസേഴ്സിനായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുകയുമാണ്. And should be redistributed among other subordinates in such a way that each one's load of work is increased to a small extent. അപ്പോൾ ഒരു നാമമാത്രമായിട്ട് മാത്രമേ അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ കർത്തവ്യങ്ങൾ കൂടുന്നുള്ളൂ എന്നർത്ഥം. സോ ഇറ്റ് ഈസ് ഓൺലി നോമിനൽ ആൻഡ് നോ വൺ നീഡ് ടു ബി ഗിവൺ സ്പെഷ്യൽ അലവൻസ്. അപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒരല്പം അധിക ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഒരു ചാർജ് അലവൻസിൻ്റെ ക്ലെയിമിന് അധികാരമില്ല എന്നർത്ഥം. ദെൻ വെൻ ദി അഡീഷണൽ പോസ്റ്റ് ഈസ് ഓഫ് ഇക്വലൻറ്റ് ആൻഡ് ഓഫ് ദി സെയിം റാങ്ക് ആസ് ദാറ്റ് ഓഫ് ദി റെഗുലർ പോസ്റ്റ്, ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഷാൽ അപ്ലൈ. അതുപോലെ ഈ അഡീഷണൽ പോസ്റ്റ് ഈസ് ഓഫ് ഇക്വലൻറ്റ് ആൻഡ് ദ സെയിം റാങ്ക്, അതേ റാങ്കിലുള്ള കേസിലാണെങ്കിൽ ആസ് ദാറ്റ് ഓഫ് ദ റെഗുലർ പോസ്റ്റ്, അദ്ദേഹം റെഗുലറായിട്ട് ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്ന പോസ്റ്റിന് തുല്യമാണെങ്കിൽ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഷാൽ അപ്ലൈ. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഇഫ് അഡീഷണൽ ചാർജ് അറേഞ്ച്മെൻറ്റ്സ് ആർ ഇൻ റെസ്പെക്ട് ഓഫ് ഡിഫറൻറ്റ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻസ്. ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു പോസ്റ്റ്, ഇപ്പോൾ ഒരു ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ പോസ്റ്റ്, അത് മറ്റൊരു ജൂറിസ്ഡിക്ഷനിലും അതേ പോസ്റ്റ് ഉണ്ടാകാം. ഇപ്പോൾ ഒരു കളക്ടർ മറ്റൊരു കളക്ടറുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നുവെങ്കിൽ അത് മറ്റൊരു ജൂറിസ്ഡിക്ഷനിലാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇഫ് അഡീഷണൽ ചാർജ് അറേഞ്ച്മെൻറ്റ്സ് ആർ ഇൻ റെസ്പെക്ട് ഓഫ് ഡിഫറൻറ്റ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻസ്, ദ പോസ്റ്റ് ആർ ഡെഫിനറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. അവിടെ വരുമ്പോൾ ആ പോസ്റ്റൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ല ഇദ്ദേഹത്തിൻ്റെ അതേ ഡ്യൂട്ടീസാണ് അവിടെ നിർവഹിക്കപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇൻ സച്ച് കേസസ് സ്പെഷ്യൽ അലവൻസ് ഷാൽ ബി അഡ്മിസിബിൾ. അതാണ് പ്രധാനം. അങ്ങനെ വരുന്ന കേസിൽ അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷന് വെളിയിൽ, അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്ക് വെളിയിൽ അദ്ദേഹം വഹിക്കുന്ന അതേ ഡ്യൂട്ടിയുടെ അതേ പോസ്റ്റിൻ്റെ ഡ്യൂട്ടീസാണ് അദ്ദേഹത്തിന് അഡീഷണലായിട്ട് നിർവഹിക്കേണ്ടി വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. ഫോർ എക്സാമ്പിൾ, റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഓഫ് വൺ ഡിസ്ട്രിക്റ്റ് ഓർ ഡിവിഷൻ ഹോൾഡിംഗ് ചാർജ് ഓഫ് അനദർ ഡിസ്ട്രിക്റ്റ് ഓർ ഡിവിഷൻ. അതായത് ഒരു RDO അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ കഴിഞ്ഞ് മറ്റൊരു RDOയുടെ ചാർജ് ഹോൾഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, ദെൻ ഹി വിൽ ബി എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. അതുപോലെ തന്നെയാണ് വൺ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഹോൾഡിംഗ് ചാർജ് ഓഫ് അനദർ ബ്ലോക്ക്. ഒരു BDO മറ്റൊരു BDOയുടെ ചാർജ് ഹോൾഡ് ചെയ്യുന്നുവെങ്കിൽ അവിടെയും ചാർജ് അലവൻസിന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സറ്റിലായിട്ടുള്ള, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത മറ്റൊരു പോയിൻ്റ്, ഇഫ് അഡീഷണൽ ചാർജ് അറേഞ്ച്മെൻറ്റ്സ് ആർ ഇൻ റെസ്പെക്റ്റ് ഓഫ് പോസ്റ്റ് ഇൻ ദ സെയിം ഓഫീസ് ആൻഡ് ഓഫ് ദ സെയിം റാങ്ക്, സ്പെഷ്യൽ അലവൻസ് ഷാൽ നോട്ട് ബി അഡ്മിസിബിൾ. അതായത് ഈ അഡീഷണൽ ചാർജ് കൊടുക്കുമ്പോൾ, ഏതെങ്കിലും പോസ്റ്റിന് കൊടുക്കുമ്പോൾ അത് അതേ ഓഫീസിൽ തന്നെയാണ്, സെയിം റാങ്കിലുള്ള പോസ്റ്റിൻ്റെ
അഡീഷണൽ ചാർജാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യൽ അലവൻസ് ഷാൽ നോട്ട് ബി അഡ്മിസിബിൾ ഇഫ് ദ ഡ്യൂട്ടീസ് ഓഫ് ദി അഡീഷണൽ പോസ്റ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ നേച്ചർ. ഈ രണ്ട് ഡ്യൂട്ടീസിൻ്റെയും കൃത്യങ്ങൾ അല്ലെങ്കിൽ അവർ നിർവഹിക്കേണ്ട ഡ്യൂട്ടീസ് സെയിം ആണെങ്കിൽ, ആൻഡ് ഇഫ് ദ ഡ്യൂട്ടീസ് ഓഫ് ദി അഡീഷണൽ പോസ്റ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ നേച്ചർ, ഒരേ സ്വഭാവമുള്ളതാണെങ്കിൽ, ആൻഡ് ഇഫ് ദ റെസ്പോൺസിബിലിറ്റീസ് ആർ സച്ച് ആസ് ക്യാൻ ഈസിലി ബി സ്പ്രെഡ് ഔട്ട് എമംഗ് അതേഴ്സ് ഹോൾഡിംഗ് ദ സെയിം പോസ്റ്റ്. അതുപോലെ ഇപ്പോൾ ഒരു 2-3 പോസ്റ്റുകൾ കാണും ഒരേ റാങ്കിലുള്ളത്. അപ്പോൾ അതിൽ ഒരാൾ ലീവോ അല്ലെങ്കിൽ അയാൾക്ക് പകരം അയാളുടെ ഡ്യൂട്ടീസ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വീതിച്ച് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ദി ബർഡൻ ഓഫ് ദി വർക്ക് വിൽ ബി ലെസ്. അപ്പോൾ അവർക്ക് ആ ജോലി ഭാരം അത്ര കണ്ടുണ്ടാകില്ല എന്നർത്ഥം. സോ ദ റെസ്പോൺസിബിലിറ്റീസ് ആർ സച്ച് ആസ് ക്യാൻ ഈസിലി ബി സ്പ്രെഡ് ഔട്ട് എമംഗ് അതേഴ്സ് ഹോൾഡിംഗ് ദ സെയിം പോസ്റ്റ്. ഒരു എക്സാമ്പിൾ, ഇഫ് എ ഡെപ്യൂട്ടി കളക്ടർ ഗോസ് ഓൺ ലീവ് ആൻഡ് ഇഫ് ദ കളക്ടർ ഹാസ് എ നമ്പർ ഓഫ് ഡെപ്യൂട്ടി കളക്ടേഴ്സ് വർക്കിംഗ് അണ്ടർ ഹിം. ഒരു ഡെപ്യൂട്ടി കളക്ടർ ലീവിൽ പോയി 3 മാസത്തേക്ക്. അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറുടെ കീഴിൽ മറ്റ് ഡെപ്യൂട്ടി കളക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് അത് വീതിച്ചു കൊടുക്കാം. ഹി ഷുഡ് കൺസിഡർ വെദർ ഹി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഡെപ്യൂട്ടി കളക്ടർ ഓൺ ലീവ് ടു അതർ ഡെപ്യൂട്ടി കളക്ടേഴ്സ് സോ ആസ് നോട്ട് ടു ഇൻക്രീസ് സബ്സ്റ്റാൻഷ്യലി ഈച്ച് ഓൺസ് ലോഡ് ഓഫ് വർക്ക്. അതായത് ഓരോ ആളിൻ്റെയും ജോലി ഭാരം അത്ര കണ്ട് വർദ്ധിക്കാത്ത രീതിയിൽ തുല്യമായിട്ട് 3-4 പേർക്ക് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഡ്യൂട്ടീസ് അസൈൻ ചെയ്യാനായിട്ട് കളക്ടർ ശ്രദ്ധിക്കണം. ആ കേസിൽ നമുക്ക് ചാർജ് അലവൻസ് കൊടുക്കേണ്ടതായിട്ട് വരില്ല എന്നർത്ഥം. ഇനി അനദർ കേസ്, ഇഫ് ദി അഡീഷണൽ ചാർജ് അറേഞ്ച്മെൻറ്റ്സ് ആർ ഇൻ ദ സെയിം ഓഫീസ് and if the responsibilities attached to the post are indivisible and cannot be distributed to more than one officer, special allowance shall be admissible. ഇനി നേരെ തിരിച്ച് ഇതിന് ഘടകവിരുദ്ധമായിട്ട് ഒരേ ഓഫീസിൽ തന്നെയുള്ള പോസ്റ്റുകളാണ്, പക്ഷേ അതിൽ സെയിം റാങ്ക് ആണെങ്കിലും അതിലൊരു ഓഫീസർ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടീസ് വിഭജിച്ച് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡ്യൂട്ടിയാണ് എങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ടു ബി എൻട്രസ്റ്റഡ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ. അതൊരാളിന് തന്നെ കൊടുക്കേണ്ടി വരും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കേസിലാണെങ്കിൽ അദ്ദേഹത്തിന് ജോലിഭാരം കൂടും. സോ നാച്ചുറലി ഹി മസ്റ്റ് ബി ഗിവൺ അഡീഷണൽ ചാർജ് അലവൻസ്. ഇത് വളരെ പ്രധാനമാണ്. ആൻഡ് എ സർട്ടിഫിക്കറ്റ് ടു ദി ഇഫക്റ്റ് ദാറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പോസ്റ്റ് ഹെൽഡ് ഇൻ അഡീഷണൽ ചാർജ് ആർ നോട്ട് ഡിവിസിബിൾ ഷുഡ് ബി ഫർണിഷ്ഡ് ബൈ ദി കോമ്പീറ്റൻറ്റ് അതോറിറ്റി. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ഫോർത്ത് കമ്മിങ് ദാറ്റ് ദ ഡ്യൂട്ടീസ് കൻ നോട്ട് ബി ഡിവൈഡഡ് ആൻഡ് എൻട്രസ്റ്റഡ് ടു വേരിയസ് ഓഫീസേഴ്സ്. ആ ഡ്യൂട്ടി ഒരിക്കലും വിഭജിച്ച് നൽകാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല അതിൻ്റെ നേച്ചർ ഓഫ് ഡ്യൂട്ടി എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി അവിടെ റെക്കോർഡ് ചെയ്യപ്പെടണം എന്നർത്ഥം. ഒരു എക്സാമ്പിൾ, DD of ആനിമൽ ഹസ്ബൻഡറി, ഡെപ്യൂട്ടി ഡയറക്ടറാണ്, സെയിം പോസ്റ്റാണ് ആനിമൽ ഹസ്ബൻഡറി കീ വില്ലേജ്, or DD of Animal Husbandry Veterinary, or DD of Animal Husbandry Extension holding charge of the other post. അപ്പോൾ എല്ലാം ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ആണെങ്കിലും അവർ ഡിസ്ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അതുകൊണ്ട് ഒരാളിൻ്റെ ഡ്യൂട്ടി മറ്റൊരു ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസൊക്കെ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെയാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ച് വേണം ഈ വീഡിയോ നിങ്ങൾ കാണാം. അടുത്തത്, വെൻ ദി അഡീഷണൽ പോസ്റ്റ് ഈസ് സുപ്പീരിയർ ടു ദി റെഗുലർ പോസ്റ്റ്. ഈ അഡീഷണൽ ചാർജ് അലവൻസ് കൊടുക്കുന്ന ഒരു സുപ്പീരിയർ പോസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ റെഗുലർ പോസ്റ്റിന് മുകളിലുള്ള ഒരു പോസ്റ്റിലേക്കാണ് അഡീഷണൽ ചാർജ് കൊടുക്കുന്നതെങ്കിൽ, ആൻഡ് ഈസ് ക്യാരിയിങ് ഹയർ സ്കെയിൽ ഓഫ് പേ. ആ പോസ്റ്റ് ഇറ്റ് ക്യാരീസ് എ ഹയർ സ്കെയിൽ ഓഫ് പേ ദാൻ ഹിസ് ഓൺ സ്കെയിൽ. സ്പെഷ്യൽ അലവൻസ് ഷാൽ ബി അഡ്മിസിബിൾ. അങ്ങനെയുള്ള കേസിൽ സ്പെഷ്യൽ അലവൻസിന് എലിജിബിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ, ഡെപ്യൂട്ടി സെക്രട്ടറി ഓർ ജോയിൻറ്റ് സെക്രട്ടറി ടു ഗവൺമെൻറ് ഹോൾഡിംഗ് ചാർജ് ഓഫ് ദ പോസ്റ്റ് ഓഫ് അഡീഷണൽ സെക്രട്ടറി ഓർ സെക്രട്ടറി ടു ഗവൺമെൻറ്. അപ്പോൾ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറിയുടെ ചാർജ് ഹോൾഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്രട്ടറി ടു ഗവൺമെൻറ്റിൻ്റെ ചാർജ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹീ ഈസ് എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. അതുപോലെ തന്നെയാണ് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് ഓർ അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്
holding charge of the post of Deputy Inspector General of Police. അപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് SP, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ DIGയുടെ ചാർജാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് ചാർജ് അലവൻസിന് എലിജിബിലിറ്റി ഉണ്ട്. കാരണം ഇറ്റ് ഈസ് എ സുപ്പീരിയർ പോസ്റ്റ് ദാൻ ഹിസ് റെഗുലർ പോസ്റ്റ്. അതുകൊണ്ടാണ് ആ എലിജിബിലിറ്റി. ആൻഡ് ഫൈനലി, all India service officers, state government officers and judicial officers who are in the scale of pay of secretary to government and above shall not be eligible for charge allowance for holding additional charge of that post. ഇത് വളരെ പ്രസക്തവും പ്രധാനവുമായ കാര്യമാണ്, നിങ്ങൾ മറക്കരുത്. ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, IAS ഓഫീസേഴ്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ആൻഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഹു ആർ ഇൻ ദ സ്കെയിൽ ഓഫ് പേ സെക്രട്ടറി ടു ഗവൺമെൻറ്റിൻ്റെ സ്കെയിലിന് തുല്യമായ സ്കെയിലുള്ള ഇതുപോലെയുള്ള ഓഫീസേഴ്സ്, അവരാണ് ഹു ആർ ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് സെക്രട്ടറി ടു ഗവൺമെൻറ് ആൻഡ് അബവ് ഷാൽ നോട്ട് ബി, അതിന് മുകളിലുള്ള സ്കെയിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇത്രയും വലിയ ഉന്നതരായ ഓഫീസേഴ്സ് ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്താൽ he shall not be eligible for charge allowance for holding such additional charge of this post. അങ്ങനെയുള്ള പോസ്റ്റുകളുടെ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുന്നതിന് ഈ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ആൻഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ എനി ചാർജ് അലവൻസ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. പക്ഷേ ഓരോ പോയിൻറ്റും വളരെ പ്രസക്തമാണ്. പരീക്ഷയ്ക്ക് ഇതിങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ആൾ എന്ന് പറയുന്ന ഓപ്ഷനോട് എടുക്കുക. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ റൊട്ടീനായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം.